പുറത്തിറക്കിയതാണ് എന്നുള്ളതിൽ ഒരു ചോദ്യത്തിന് തന്നെ ആവശ്യമില്ല. പുറത്തിറക്കാനായിട്ട് ആദ്യത്തെ ശ്രമമല്ല വിജയം കണ്ടത് എന്ന് മാത്രം. പലവട്ടമാണ് പുറത്തിറക്കാനായിട്ടുള്ള ശ്രമം നടന്നത്. ആ പുറത്തിറക്കാൻ ആവർത്തിച്ച ശ്രമം നടത്തിയപ്പോൾ അതിൽ കോടതി പിഴ കൊടുക്കുകയും ചെയ്തു. ആ പിഴ എന്തായാലും ഇന്ന് സുപ്രീം കോടതി ഒഴിവാക്കിയിട്ടില്ല എന്നതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 7.5 വർഷത്തിനിടെ 10 തവണയാണ് ജാമ്യം തേടി പൾസർ സുനി എന്ന NS സുനിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ ഏപ്രിൽ 16 കൊടുത്ത ജാമ്യ ഹർജി അടുപ്പിച്ച് വന്ന ഈ പിഴയിലേക്ക് പോയത് അങ്ങനെയാണ്. ഏപ്രിൽ 16 ഒരു ജാമ്യ ഹർജി കൊടുക്കുന്നു. അത് മെയ് 20 കോടതി തള്ളുന്നു. കൃത്യം 3 ദിവസം കഴിഞ്ഞപ്പോൾ മെയ് 23 അടുത്ത ഹർജി കൊടുക്കുകയാണ് പൾസർ സുനി എന്ന NS സുനിൽ. അപ്പോൾ അതിനാണ് ഈ തുടർച്ചയായി ജാമ്യ ഹർജി നൽകിയതിന് 25,000 രൂപ പിഴ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇടുന്നത്. ഇവിടെ നോക്കൂ, ജയിലിൽ കഴിയുന്നവർക്ക് എന്താണ്, ജയിലിൽ ചെയ്യുന്ന ജോലികൾക്കുള്ള ശമ്പളം മാത്രമാണ് ഏക വരുമാനം. അതല്ലാതെ പൾസർ സുനിയുടെ അമ്മ ശോഭന സ്വന്തം നിലയ്ക്ക് പണമുണ്ടാക്കി മകനെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടി ഇത്രയും പണം സ്വരൂപിക്കാൻ കഴിയുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വരുമാനമോ ഒന്നുമുള്ള ഒരു വ്യക്തിയല്ല. കൃത്യമായ സഹായം ഈ ജാമ്യം നേടുന്നതിന്, അഭിഭാഷകരെ വെക്കുന്നതിന് പൾസർ സുനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് എവിടെ നിന്നാണെന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. കാരണം ജയിലിൽ കഴിയുന്ന ഒരു പ്രതിക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയാണ് സഹായം കൊടുക്കുന്നത്. ആ സഹായത്തോടു കൂടി ജാമ്യത്തിനായി അപേക്ഷിക്കാം. ഇവിടെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ അല്ല ഈ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. വ്യത്യസ്തരായ അഭിഭാഷകരാണ്. ഇതിന് പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളത് പുറത്തുള്ള ലേമൻ പറയുന്നതല്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. അന്ന് ഈ പിഴ ഈടാക്കുന്നതിനൊപ്പം കോടതി നടത്തിയ നിരീക്ഷണമാണ് ഈ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനായി പൾസർ സുനിക്ക് വേണ്ടി പിന്നിൽ ആരോ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കോടതിയുടെ തന്നെ ഫൈൻഡിംഗ് ആണ്. ഇവിടെ ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായത് ആരാണെന്ന് കൂടി നോക്കൂ. ഇന്ന് പൾസർ സുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് സീനിയർ അഭിഭാഷകനായ K പരമേശ്വർ, ഒപ്പം അഭിഭാഷകരായ ശ്രീറാം പറക്കാട്, സതീഷ് മോഹൻ എന്നിവരാണ്. ഈ 3 അഭിഭാഷകരെ പൾസർ സുനിക്ക് വേണ്ടി വെച്ചതാരാണ്? ആ നിയോഗിച്ച ആരാണ് എന്ന് തേടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി പൾസർ സുനിയെ പുറത്തിറക്കിയത് ആരാണ് എന്ന ഉത്തരവും കിട്ടും. ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച കൂടി നമ്മൾ പറഞ്ഞു പോകണം. പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാൻ വേണ്ടി ഇന്ന് സുപ്രീം കോടതിയിൽ ഇറക്കിയത്, കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം കൊടുത്തത് എല്ലാം സർക്കാർ കൃത്യമായി ചെയ്തു. ഇന്നലത്തെ സത്യവാങ്മൂലത്തിലെ പരാമർശങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഇന്ന് ജാമ്യം കിട്ടില്ല എന്നൊരു ധ്വനി പോലും ഉണ്ടായി. പക്ഷേ ഇന്ന് വളരെ കൂളായിട്ടല്ലേ ജാമ്യം കൊടുത്തത്? അവിടെ എതിർവാദം എന്താണ് ഉണ്ടായത് എന്നതുകൂടി നമ്മൾ നോക്കണം. അതായത് ഈ പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാൻ കഴിവില്ലാത്ത ആളൊന്നുമല്ല. മുൻ സോളിസിറ്റർ ജനറൽ കൂടിയായ പ്രശസ്തനായ ക്രിമിനൽ ലോയറായ രഞ്ജിത്ത് കുമാറിനെയാണ് സർക്കാർ അഭിഭാഷകനായി സുപ്രീം കോടതിയിൽ ഇറക്കിയത്. ഇവിടെ വിചാരണ നീട്ടുന്നത് ദിലീപിൻ്റെ അഭിഭാഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു വാദത്തിലേക്ക് മാത്രമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പോയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കൃത്യമായി ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഈ ജാമ്യം നേടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായി സ്ഥാപിക്കാൻ കഴിയണമായിരുന്നു. 4 മാസം കൂടി കഴിഞ്ഞാൽ ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയാകും എന്നുള്ളത് പറയാമായിരുന്നു. ഈ കേസിലെ സാക്ഷികളെക്കുറിച്ച് പറയാമായിരുന്നു. 1800 പേജുള്ള കുറ്റപത്രത്തിൽ ഉള്ള കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ തടസ്സം ഉണ്ടാക്കിയത് എന്നുള്ളതൊക്കെ കൃത്യമായി വാദിച്ച്, ഓരോന്നും ഡിസെക്ട് ചെയ്തെടുത്ത് വാദിച്ച് കൃത്യമായി ഈ ജാമ്യം കൊടുക്കുന്നത് തടയാൻ കഴിയുമായിരുന്നു. അതാണ് എന്തൊരു ഉദാരമായ ഒരു മനസ്ഥിതിയാണ്. ഞാൻ പറയുന്നത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് കുമാർ എന്ന് പറയുന്ന നിസ്സാര കക്ഷിയൊന്നുമല്ല. പല കേസുകളിലും ഗംഭീരമായിട്ട് വാദിക്കുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് കുമാർ ഇന്ന് കോടതിയിൽ വാദിച്ചത് വളരെ വളരെ മിനിമലായി മാത്രമാണ്. അതെന്തുകൊണ്ടാണ്? അത് കേസിലെ കക്ഷി ആവശ്യപ്പെടുന്നതനുസരിച്ചാണ്. നമ്മളാണ് കേസിലെ കക്ഷി എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് നമ്മുടെ അഭിഭാഷകൻ വാദിക്കുന്നത്. ഇപ്പോൾ ദിലീപിന്റെ അഭിഭാഷകനും സംഘവും അവർ നന്നായി വാദിച്ചിട്ടുണ്ടെങ്കിൽ, അവർ വിചാരണ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കക്ഷി ജയിക്കുന്നതിന് വേണ്ടിയാണ്. ഏത് കക്ഷിയായാലും, ദിലീപ് ആയാലും, ഞാനായാലും, ആൻഡോ സാർ ആയാലും, സ്മൃതി മാഡം ആയാലും, ഉണ്ണി സാർ ആയാലും, ഒരു കേസിന് പോകുമ്പോൾ നമ്മുടെ ഭാഗം ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും നല്ല വക്കീലിനെ ഇറക്കും, അതിന് നന്നായി കാശ് കൊടുക്കും. ആ വക്കീൽ എന്താ ശ്രമിക്കുക? അപ്പോൾ ആ കാശ് കൊടുത്ത ആ കക്ഷിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വിസ്താരം നീട്ടിക്കൊണ്ടു പോവുകയാണ് ഉചിതമെങ്കിൽ അതിനായി ശ്രമിക്കും. അതേ അവിടെ ചെയ്തിട്ടുള്ളൂ. അവിടെ ആ അഭിഭാഷകനെ കുറ്റം പറഞ്ഞിട്ടൊന്നും എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഈ പ്രതിക്ക് പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. ഇനി എന്തായാലും വിചാരണ കോടതിയിൽ ഹാജരാക്കുന്നു, ഒരാഴ്ചക്കകം ജാമ്യത്തിൽ വിടുന്നു, കടുത്ത ജാമ്യ വ്യവസ്ഥ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് പരിശോധിച്ചു പോകേണ്ടതുണ്ട്. ജാമ്യം കിട്ടിയാൽ പൾസർ സുനി മുങ്ങും, ഒന്നാമത് പറയുന്ന കാര്യം. അന്വേഷണം അട്ടിമുറയ്ക്കും, ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ലാതെ അത് വാദിച്ച് ഈ 4 മാസത്തിനുള്ളിൽ വിധി വരാൻ പോകുന്ന ഒരു കേസാണെന്ന് സമർത്ഥിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ആ ഒറ്റ ചോദ്യത്തിലുണ്ട് ഉത്തരം. പൾസർ സുനി പുറത്തിറങ്ങണം എന്ന ആഗ്രഹം അത് ഈ പറയുന്ന 8ാം പ്രതിയുടേത് മാത്രമല്ല. ഈ കേസ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന ആഗ്രഹം സംസ്ഥാന സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുമ്പോഴും ഈ രീതിയിലുള്ള വളരെ പ്ലെയിൻ ആയിട്ടുള്ള വാദങ്ങളാണ് വെക്കുന്നതെങ്കിൽ എവിടെയാണ് അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നത്? അല്ലെങ്കിൽ എവിടെയാണ് അവർക്കൊപ്പം പൂർണ്ണമായി നിൽക്കുന്നു എന്നുള്ളത് പറയാൻ കഴിയുക? കാരണം കോടതിക്ക് പറയേണ്ടി വന്നു കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാനിടയില്ല. അങ്ങനെ കോടതി പറയുന്നതിലേക്ക് എത്താതിരിക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കേസിലെ വിചാരണ ഇന്ന കാര്യങ്ങൾ വരെ എത്തിക്കഴിഞ്ഞു, 250
260-ലധികം സാക്ഷികളുള്ള കേസാണിത്. അതിലിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? നിലവിൽ പ്രോസിക്യൂഷൻ സാക്ഷികളുടെയൊക്കെ വിസ്താരം പൂർത്തിയായതാണ്. അത് സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞുവെന്ന്. ഇനിയിപ്പോൾ പ്രതികൾ ഹാജരാക്കുന്ന സാക്ഷികളുടെ വിസ്താരമാണ് തീരാനുള്ളത്. അതിന് എത്ര സമയം എടുക്കും എന്നുള്ളത് കൃത്യമായി എസ്റ്റിമേറ്റ് ചെയ്ത് കൃത്യമായി അത് പറയണമായിരുന്നു. അതുപോലെ തന്നെ വിചാരണ കോടതി ജഡ്ജിക്ക് പ്രതികളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനായിട്ടുള്ള ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. അത് 303 വകുപ്പ് അനുസരിച്ചുള്ള നടപടികൾ ബാക്കിയുണ്ട്. ഇതിനെല്ലാം കൂടി എത്ര സമയം കിട്ടും? അപ്രോക്സിമേറ്റ്ലി ഇത്ര സമയം എടുക്കും. അത്രയും സമയം, ഇത്ര 7.5 കൊല്ലമായി ജയിലിൽ കിടക്കുകയല്ലേ, 6 മാസത്തിനപ്പുറം നീളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാമ്യം കൊടുക്കേണ്ട സാഹചര്യമുണ്ടോ? ശിക്ഷ കൊടുക്കേണ്ട കുറ്റകൃത്യം ചെയ്ത ആളാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ലല്ലോ. അത് തെളിയിക്കപ്പെടാതെ പോകും എന്നുള്ള സംശയം എനിക്കിപ്പോൾ ബലപ്പെടുകയാണ്. ഈ കേസ് തെളിയിക്കപ്പെടാതെ പോകും എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ഇപ്പോൾ ഇത്രയും ഈസിയായി NS സുനിൽ എന്ന പൾസർ സുനിക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള പ്രതിയെ അനന്തമായി ജയിലിടാൻ കഴിയില്ല എന്ന് കോടതി ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളത് എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഈ ബൈജു പലോസിനെ വിസ്തരിച്ചതും ഈ വിസ്താരം നീണ്ടതും അതൊക്കെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കൃത്യമായി ഈ ജാമ്യം തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വീഴ്ചയായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഇനി ഇവിടെ ഈ അമ്മ ശോഭനയ്ക്ക് അയച്ച കത്തിനെ കുറിച്ച് സാർ മെൻഷൻ ചെയ്തു പോയല്ലോ. അത് വലിയ ചർച്ചയായതാണ്. 2022 അയച്ച കത്ത്, അത് ചർച്ചയാക്കാൻ വേണ്ടി അയച്ച ഒരു കത്താണ്. അങ്ങനെ വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. ചർച്ചയാവുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വന്ന ഒരു കത്തായി വേണം നമ്മളതിനെ കാണാൻ. 2 വർഷമേ ആയിട്ടുള്ളത് ചർച്ചയായിട്ട്. ഇനിയിപ്പോൾ പൾസർ സുനി എന്ന NS സുനിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ നടത്താൻ പോകുന്ന പ്രതികരണം എന്തായിരിക്കും? ആരെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആർക്കൊപ്പം നിൽക്കാൻ വേണ്ടി സുനി എന്ത് പറയും, എന്ത് പ്രവർത്തിക്കും? അതാണല്ലോ ഇനിയിപ്പോൾ അറിയേണ്ടത്. അങ്ങനെ പറയുന്നതിനും ഒക്കെ ഒരു നിയന്ത്രണം വെച്ചുകൊണ്ടുള്ള കർശന ജാമ്യവ്യവസ്ഥ വേണമെന്ന് പറയുമ്പോൾ മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളടക്കം ഒഴിവാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ടുള്ള ജാമ്യവ്യവസ്ഥകളായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും ഈ ജാമ്യം നേടി പുറത്തിറങ്ങുന്ന പൾസർ സുനി 7.5 കൊല്ലം അകത്ത് കിടക്കുകയായിരുന്നു. പുറത്തേക്ക് വരുമ്പോൾ, അകത്ത് പോയപ്പോഴാണല്ലോ ദിലീപിന്റെ പേര് പറയുന്നത്. ഇതേ വ്യക്തിക്ക് തന്നെ എങ്ങനെയും ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കേസാണിത്. എന്നെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത് മറ്റൊരാളാണെന്ന് അയാൾ പറഞ്ഞാൽ അവിടെ കഴിഞ്ഞില്ലേ? അയാൾക്കത് കൃത്യമായി പറയാൻ സാധിക്കും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു ബോധ്യം, ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ദിലീപിനെ ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവുകൾ ഈ കേസിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇന്ന് പൾസർ സുനി പുറത്തിറങ്ങിയതോടെ ആ ഒരു സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ കേസ് പലതവണ അട്ടിമറിക്കാൻ ശ്രമം ഉണ്ടായതാണ്. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടതാണ്. ഇവിടെ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അത് ദിലീപ് ആണെങ്കിൽ ദിലീപ്, പൾസർ സുനി ആണെങ്കിൽ പൾസർ സുനിയാണ് എന്നുള്ളത് അവർ തന്നെ തിരിച്ചറിഞ്ഞതാണ്. ആദ്യത്തെ 6 സാക്ഷികളും കൃത്യമായി അതിൽ പ്രതികളും നേരിട്ട് ബന്ധമുള്ളവരാണ്. ഇതിൽ ദിലീപ് അടക്കമുള്ള ആളുകളിൽ കുറ്റം ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടുന്ന തരത്തിലേക്ക് ഈ കേസിന്റെ വിചാരണ എത്തിച്ചേർന്നേ മതിയാകൂ. അതുണ്ടാകുമോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 4 മാസം കൊണ്ട് വിധി വരേണ്ടതാണ്. അതിന് അത്രയും കാലം കൂടി അയാൾ ജയിലിൽ കിടക്കുകയായിരുന്നുവെങ്കിൽ അതിനുള്ള സാധ്യത കൂടുതലായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ പലതരത്തിലുള്ള അട്ടിമറികൾക്ക് ഇനിയും സാധ്യത ബാക്കി നിൽക്കുകയാണ്. ഇവിടെ ഈ പൾസർ സുനി പലതവണ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ കേട്ടതാണല്ലോ, ആരാണ് ഈ മാഡത്തിലേക്ക് ഇതുവരെ കൃത്യമായി എത്തിയിട്ടില്ലല്ലോ. ഒരു മാഡം ജാമ്യ ഹർജിയുമായി പോയിരുന്നു. മുൻകൂർ ജാമ്യത്തിനായി ഒരു മാഡം ശ്രമിച്ചിരുന്നു. ആ മാഡമാണോ ഈ മാഡം എന്ന് എനിക്കറിയില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ മാഡം പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്നതും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ പിറകിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നിനക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതും അതെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനിയിപ്പോൾ പൾസർ സുനി വരുത്താൻ പോകുന്ന ഒരു വ്യക്തത എന്താണ്? ഇനി ഇത് ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ഇതിന് ഇൻസ്ട്രക്ഷൻ കൊടുത്ത വ്യക്തിയിലേക്ക് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാൻ, അല്ലെങ്കിൽ ഈ വിചാരണക്കിടയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങുന്ന പൾസർ സുനിക്ക് കഴിയുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് അതിജീവിതയുടെ അഭിഭാഷക പറഞ്ഞതുപോലെ സുനിയുടെ ജീവന് ഭീഷണിയുണ്ടോ എന്നുള്ളത്. അതിന് മറുഭാഗത്ത് ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് ദിലീപ് എന്ത് വില കൊടുത്തും സുനിയെ സംരക്ഷിക്കും. കാരണം സുനിക്ക് ഒരു മുട്ടുസൂചി കുത്തി പരിക്കേറ്റാൽ പോലും അതിന് പിന്നിൽ ദിലീപാണെന്ന് പറയുമെന്നുള്ളത് കൊണ്ട് ദിലീപ് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല എന്ന്. ഇവിടെ ജാമ്യം എടുക്കാൻ സഹായിച്ചത് ആരാണ്? ആ മാഡം തന്നെയാണോ ഇവിടെ ജാമ്യം എടുക്കാൻ സഹായിച്ചത്? ആ ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പൾസർ സുനിക്ക് ഈ 3 അഭിഭാഷകരെ, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പിയർ ചെയ്യാനുള്ള 3 അഭിഭാഷകരെ ഹൈക്കോടതിയിൽ 10 തവണ ജാമ്യ ഹർജിയുമായി പോകാനായി അഭിഭാഷകരെ വെച്ചുകൊടുത്ത് അതിനാവശ്യമായ പണം നൽകി ഈ ആളും അർത്ഥവുമായി പിന്നിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് വെളിപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു ഡ്രൈവറാണ് പൾസർ സുനി. പൾസർ സുനിയുടെ വീട്ടിലും ഇത്രയും ഇങ്ങനെ കേസ് നടത്താൻ വേണ്ട സാമ്പത്തികമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ കൃത്യമായി ഇതിൽ പണം ഇറങ്ങുന്നുണ്ട്. ആ പണം ഇറക്കുന്നത് ആരാണ്, പൾസർ സുനിയെ സഹായിക്കുന്നത് ആരാണ് എന്നതുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ജാമ്യം ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടും. പൾസർ സുനി പുറത്തിറങ്ങും. ഉടൻ തന്നെ ഈ കേസിന്റെ വിചാരണ ഇനിയിപ്പോൾ അനന്തമായി നീണ്ടുപോകില്ല. പൾസർ സുനി പുറത്തിറങ്ങിയതിനു ശേഷം നോക്കിക്കോളൂ, ഇനി ഉടൻ തന്നെ ഒരു 3 മാസത്തിനകം ഇതിന്റെ സംഭവം എല്ലാം കഴിയും. അതിനുശേഷം തെളിവുണ്ട് അല്ലെങ്കിൽ തെളിവുണ്ടാകും, ഈ 8ാം പ്രതി ശിക്ഷിക്കപ്പെടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതാണ് എൻ്റെ ടേക്ക്. Meet the editors.